ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. السلام عليكم ورحمة الله. സ്കൂളിൽ പോകുന്ന കാലത്ത് പോലും എൻ്റെ മനസ്സിലുദിച്ച ഒരു സംശയം, ചന്ദ്രൻ അതാ ഉദിച്ചിരിക്കുന്നു എന്ന് പറയുന്നു, പക്ഷെ ആ ചന്ദ്രൻ പിന്നെ പൊങ്ങി വരുന്നില്ല. ഉദിച്ച ചന്ദ്രൻ താഴോട്ട് തന്നെ പോകുന്നത് എന്താണ് എന്നൊരു സംശയം കുട്ടിക്കാലം മുതൽക്കേ എൻ്റെ മനസ്സിലുണ്ട്. ഇപ്പോഴാണ് മനസ്സിലായത്, സൂര്യനും ചന്ദ്രനും എല്ലാം കിഴക്കാണ് ഉദിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ മശ്രിക്ക് എന്ന് പറയുന്നത്. കാരണം ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് കറങ്ങുന്നത്. അപ്പോൾ ഭൂമിയിലുള്ളവർക്ക് ഇതിൻ്റെ ഗോളങ്ങൾ ഉദിച്ചു വരുന്നത് കിഴക്ക് ഉദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ടേ അനുഭവപ്പെടുള്ളൂ. അപ്പോൾ എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കുന്നു, ചന്ദ്രൻ ഉദിക്കുന്നു കിഴക്ക് തന്നെ. അതാദ്യം മനസ്സിലാക്കിയാണ്. അങ്ങനെ കിഴക്കുദിച്ച ചന്ദ്രൻ പടിഞ്ഞാറ് അസ്തമിക്കും. അടുത്ത ദിവസം വീണ്ടും 50 മിനിറ്റ് വൈകിട്ട് വീണ്ടും അത് ഉദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ചന്ദ്രൻ ഓരോ ദിവസവും വ്യത്യസ്ത വലുപ്പമാണ് കാണിക്കുന്നത്, വളരെ കൃത്യമായിട്ട്. ചിലപ്പോൾ 29, ചിലപ്പോൾ 30. ഈ വ്യത്യസ്ത വലുപ്പം കാണിക്കുന്നത് ആകാശത്ത് അല്ലാതെ ഒരു കലണ്ടർ തൂക്കിയിടുകയാണ്. പോപ്പ് ഗ്രിഗറി ഇറങ്ങിയില്ലെങ്കിലും ഭൂമിയിലുള്ള ആളുകൾക്ക് തീയതി അറിയണമല്ലോ. ആർക്കും എന്നും രാത്രിയോ പകലോ എന്നും കാണാവുന്ന ഒരു ആകാശ കലണ്ടർ, അതിനെ കൃത്യമായി നിരീക്ഷിച്ചാൽ ഇന്ന് തീയതി എത്രയാണ് എന്ന് നോക്കി പറയാൻ ആളുകൾക്ക് കഴിയും. പണ്ടങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത് അറിയാത്തത് നമ്മൾക്ക് കലണ്ടർ മറ്റ് നിലക്കുള്ള സംവിധാനങ്ങൾ ഉള്ളത് കൊണ്ടാണ്. ഇന്നിപ്പോൾ ഒരു ഗുണഘോഷം പഠിക്കുന്ന ഒരു കുട്ടിയില്ലല്ലോ. 4 ഗുണിക്കണം 8 എത്രയാന്ന് ഒരു കുട്ടിക്കും തിരിയില്ല. അവന് മറ്റേ കാൽക്കുലേറ്ററിൽ അടിക്കുക ചെയ്യാം. അപ്പോൾ ഈ മെഷീൻ വരുമ്പോൾ നമ്മളുടെ ബുദ്ധിയുടെ വർക്ക് കുറഞ്ഞു പോകും. അങ്ങനെ ഇക്കാലത്ത് അങ്ങനെ നിരീക്ഷണം നടത്തേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് അറിയാതെ പോവുകയാണ്. അപ്പോൾ നിത്യവും കിഴക്കുദിക്കുന്നു ചന്ദ്രൻ, സൂര്യൻ. പക്ഷെ സൂര്യൻ രാവിലെയാണ് ഉദിക്കുന്നത്, ചന്ദ്രൻ എപ്പോഴും ഉദിക്കാം. 24 മണിക്കൂറിന് എപ്പോഴും ഇവൻ ഉദിച്ചുകൊണ്ടിരിക്കും. ആ ഉദിക്കുന്ന ചന്ദ്രൻ ഇങ്ങനെ സമയം മാറി മാറി വരുന്നത് നമ്മൾക്ക് ഒരു കലണ്ടർ തീയതി ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. ഇത് അവസാനത്തെ ഒരു ദിവസം ഒന്നുകിൽ 29 അല്ലെങ്കിൽ 30 ഇത് ഉദിക്കുന്നുണ്ടെന്നോ, പക്ഷേ ഒരു കടന്ന് അങ്ങോട്ട് കടക്കുകയാണ്. അവിടെയാണ് ഈ അമാവാസി എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ കൊമ്പ് നമ്മൾ ഇവിടെ കാണുന്ന അസ്തമിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് തിരിഞ്ഞായിരിക്കുമല്ലോ, അതിനൊരു വ്യത്യാസവും വരുന്നു, ഷെയ്പ്പ് മാറുന്നു. ആദ്യത്തെ ചന്ദ്രനും അവസാനത്തിൽ രാവിലെ അവിടെ കാണുന്ന ചന്ദ്രന്റെയും ഷേപ്പിൽ മാറ്റണം. അപ്പോൾ ഇങ്ങനെ മാറുന്ന സമയത്താണ് സാങ്കേതികമായി ദിവസം മാറുന്നത്, മാസം മാറുന്നത്. പക്ഷേ നമ്മൾക്ക് ആ സമയത്ത് ദിവസം മാറ്റാൻ കഴിയില്ല. ഇത് ഉച്ചക്കായിരിക്കാം, വൈകുന്നേരമായിരിക്കാം. ഇത് സംഭവിക്കുന്നത് ഏത് സമയത്തുമാവാം. അമാവാസി സംഭവിക്കുന്നത് 29-ാം തീയതിയോ 30-ാം തീയതിയോ 24 മണിക്കൂറിനിടയ്ക്ക് എപ്പോഴുമാവാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദിവസം മാറുന്നതും മാസം മാറുന്നതും പുതിയ മാസത്തിന്റെ പുതിയ ദിവസം തുടങ്ങുന്നത് അമാവാസിയുടെ പിറ്റേ പ്രഭാതത്തിലാണ്. ഇന്ന് അമാവാസിയാണെങ്കിൽ ഇന്ന് ആ കറന്റ് മന്തിന്റെ നിലവിലുള്ള മാസത്തിന്റെ ഫൈനൽ ഡേ ആണ്. അത് ഫുൾ സ്റ്റോപ്പ് കലണ്ടറിൽ ഇത് കാണാം, കറുത്ത പുള്ളി. അത് ഇന്ന് ചിലപ്പോൾ രാവിലെ സംഭവിച്ചത് ഉച്ചക്കായിരിക്കാം, എപ്പോഴാവാം, എപ്പോഴോ സംഭവിച്ചോട്ടെ. പിറ്റേ ദിവസത്തിന്റെ ആരംഭം അഥവാ പ്രഭാതം അന്ന് നമുക്ക് 1-ാം തീയതിയാണ്. അപ്പോൾ ഇവിടെ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്, അമാവാസി സംഭവിക്കുമ്പോൾ ദിവസം മാറുന്നില്ല. അമാവാസി സംഭവിക്കുമ്പോൾ ആ സമയം വെച്ചിട്ടല്ല മാസമാറ്റം നടക്കുന്നത്. തൊട്ടടുത്ത പ്രഭാതം മുതൽക്കാണ്, തൊട്ടടുത്ത ദിവസം മുതൽക്കാണ് 1-ാം. ഇതിന് ഒരു സംശയവും ഒരു പ്രശ്നവും ആർക്കും ഉണ്ടാവേണ്ടതില്ല. ഇന്ന് ഏത് മാതൃഭൂമി കലണ്ടറോ മനോരമ കലണ്ടറോ മാധ്യമം കലണ്ടറോ ഏത് കലണ്ടറുകൾ എടുത്തു നോക്കിയാൽ ഒരു കറുത്ത പുള്ളിയും വട്ടത്തിലൊരു വരയും അതിൽ കാണും. കറുത്ത പുള്ളി ചന്ദ്രമാസത്തിന്റെ ഫൈനൽ ഡേ, അതിന്റെ പിറ്റേന്ന് 1-ാം തീയതി. ഇതിലെന്താ സംശയം? അങ്ങനെ പോയാൽ അടുത്ത മാസം എല്ലാ മാസവും ഈ കറുത്ത പുള്ളി കാണും. അതിന്റെ പിറ്റേ തീയതി 1-ാം തീയതി. അത് ചന്ദ്രമാസത്തിന്റെ 1-ാം തീയതിയാണ്. ഇങ്ങനെ ഒരു കാൽക്കുലേഷൻ കണ്ടുപിടിച്ചു മനുഷ്യൻ. ആ കണ്ടുപിടിച്ചത് നിങ്ങൾക്ക് ഇപ്പൊ എന്റെ കയ്യിലുള്ളത് ഇതിപ്പോ 2013
ന്യൂ മൂൺ എന്നാണ്, അമാവാസി എന്നാണ്, ഫസ്റ്റ് ക്വാർട്ടർ എന്നാണ്, ഫുൾ മൂൺ എന്നാണ്, ലാസ്റ്റ് ക്വാർട്ടർ എന്നാണ്. 12 മാസം അടുത്ത കൊല്ലത്ത്. ഇങ്ങനെ നിങ്ങൾക്ക് എത്ര 1000 കൊല്ലം അപ്പുറത്തേക്കും ചന്ദ്രൻ എന്ന് ഉദിക്കും, എന്ന് ഫുൾ മൂൺ, എന്ന് ന്യൂ മൂൺ എന്നുള്ളപ്പോൾ കിട്ടുന്നു. ഈ കിട്ടുന്ന ഒരു കാലഘട്ടത്തിൽ ദുബായിലേക്ക് കത്തെഴുതി പോസ്റ്റ് ചെയ്യുന്ന കാലഘട്ടമല്ല ഇത്. ഇപ്പോൾ മൊബൈലാണ്, കോഡ്ലെസ്. ആ ഒരു കാലഘട്ടത്തിൽ കത്തെഴുതാൻ പോകേണ്ട ആവശ്യമില്ലല്ലോ. കലണ്ടറിൽ നോക്കി ബാങ്ക് കൊടുക്കാമെങ്കിൽ കലണ്ടറിൽ നോക്കി നോമ്പെടുക്കാം, പെരുന്നാൾ ആഘോഷിക്കാം. ഇനി കാണുന്നതിന്റെ വിവരക്കേടുകൾ എന്താ? കാണണം കാണണം കാണണം. എവിടെ കാണണം? കിഴക്ക് നോക്കണം. രാവിലെ സുബൈക്ക് പള്ളിക്ക് പോകുമ്പോൾ നേരത്ത് കിഴക്കോട്ട് നോക്കിയാൽ ചന്ദ്രനെ കാണും. അതുകൂടെ പറഞ്ഞു, ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു. അവസാനം ഒരു ദിവസം കാണാൻ നിൽക്കും, അന്നാണ് അമാവാസി. ഇതിന് കലണ്ടറിലെങ്കിലും അത് നടക്കും. പിറ്റേന്ന് ഒന്ന് തീരുമാനിക്കുന്നതിന് പ്രയാസമില്ല. നമ്മൾക്കതല്ല തമാശ. ഈ 2 മാസം പുറത്തേക്ക് അവരൊക്കെ കൂടെ പുറപ്പെടുന്നത്. 12 മാസവും വിശ്വാസിക്ക് അയ്യാമുൽ ബീദ് എന്നൊരു നോമ്പുണ്ട്. അറിയങ്ങൾക്ക് തിരുമേനി വസിയ്യത്ത് ചെയ്തൊരു സംഗതിയുണ്ട്. 3 വസിയ്യത്തുണ്ട് തിരുമേനിയുടെ. അതിലൊന്ന്, മാസത്തിലെ 3 നോമ്പ് നിങ്ങൾ ഒഴിവാക്കരുത് എന്നാണ്. വസിയ്യത്തെങ്കിൽ നടപ്പാക്കട്ടെ. നമുക്ക് പിന്നെ നോമ്പ് വയ്ക്കാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് പിന്നെ കേൾക്കേണ്ട ആവശ്യമില്ല. അത് അയ്യാമുൽ ബീദാണ്. അയ്യാമുൽ ബീദ് എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ പൂർണ്ണതയിലെത്താൻ സാധ്യതയുള്ള 3 ദിവസങ്ങൾ. അത് ചന്ദ്രമാസം 14-നാവാം, ചിലപ്പോൾ 15-നാവാം, ചിലപ്പോൾ 16-നാവാം. ഈ 3-ൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും ഫുൾ മൂൺ വരുന്നത്. അപ്പൊ മുസ്ലിമിന് എല്ലാ ചന്ദ്രമാസത്തിന്റെയും 14, 15, 16 ഈ 3 ദിവസം വളരെ പ്രബലമായ നോമ്പുണ്ട്. അതെന്നാ ഇവർ പറഞ്ഞു തരുന്നുണ്ടോ? അതില്ല. ഇപ്പൊ അങ്ങനെയൊക്കെ കൂടി ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ചന്ദ്രനൊക്കെ വലിച്ചിപ്പോ വെള്ളിയാഴ്ചയിലേക്ക് ഇടാൻ വലിയ ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. അപ്പൊ ഈ 3 ദിവസത്തെ നോമ്പ് നോൽക്കണ്ടേ? ഇതൊരു കുത്തുബയിലും വയറിലും കേൾക്കുന്നില്ലല്ലോ. എന്നാണ് ഇത് നോൽക്കേണ്ടത്? ഹിന്ദുക്കൾ ഇത് നോൽക്കുന്നുണ്ട്. അവർക്ക് പൗർണമി പൂജകളുണ്ട്, അമാവാസി പൂജകളുണ്ട്. അതെങ്ങനെ അവർ കണക്കാക്കിയത്? എത്രയോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിന്റെയും എത്രയോ 1000 വർഷങ്ങൾക്ക് മുമ്പാണ് ഹിന്ദുമതം ഉണ്ടായത്. അവർക്ക് ചന്ദ്രഗോളത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ആരാധനകളുണ്ട്. അതവർ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. ഈ ശാസ്ത്രം ഇറങ്ങുന്നതിന്റെ മുന്നേ തന്നെ. ഇപ്പൊ നെറ്റിൽ പോയത് കിട്ടും. അതിന്റെ മുന്നേ തന്നെ അതിന്റെ കണക്ക് അറിയാവർക്ക്. ഗോളം, മറ്റ് നക്ഷത്രങ്ങളെ ഇവർക്ക് കണക്കൂട്ടാൻ അറിയും. അങ്ങനെ ചില പരിപാടികളൊക്കെ ഇവർക്കുണ്ടല്ലോ. ഇതൊക്കെ നേരത്തെ ഇവിടെ കൃത്യമായി വെച്ചിരിക്കുക. ഞങ്ങളുടെ നാട്ടിൽ ചന്തപ്പായി എന്ന് പറഞ്ഞൊരു മനുഷ്യണ്ടായി. എന്നിട്ട് അവസാനത്തെ ആഴ്ച ഇങ്ങോട്ടാവുമ്പോൾ ചന്തപ്പായിന്റെ അടുത്ത് ചോദിക്കുക, അല്ല വൈദ്യരെ എന്നാണ് ഇപ്പോ വാവ് എന്നാണ്? അപ്പൊ ചന്തപ്പായിന്റെ കൃത്യം പഞ്ചാംഗത്തിൽ കണക്കുണ്ടാവും. വാവൊന്ന് ഉച്ചക്ക് തീരുമാപ്പിളേ, അപ്പൊ ഇന്ന് കാണൂല നാളെയാണ് എന്നൊക്കെ പറയും. ചന്തപ്പായ്ക്കുള്ള വിവരമെങ്കിലും നമ്മളെ മൗലവിമാർക്ക് വേണ്ടേ? അയ്യപ്പൻ വൈദ്യർക്കുള്ള വിവരം വേണ്ടേ? ഇതൊരു പരിഹാസമല്ലേ? എന്താ പറയുന്നത് നരങ്ങൾക്ക്? ചന്ദ്രന്റെ അടിസ്ഥാനത്തിൽ ഒരു ലൂണാർ കലണ്ടർ ഇമ്പോസിബിൾ. ചന്ദ്രമാസം കൊണ്ട് ഒരു കലണ്ടർ ഉണ്ടാക്കൽ സാധ്യമേ അല്ലാന്ന് നമ്മളെ പണ്ഡിതന്മാർ പ്രസംഗിച്ചിറക്കുക. എന്താ പറഞ്ഞതിനർത്ഥം? അള്ളാഹ് നിശ്ചയിച്ച ഒരു കലണ്ടർ പ്രായോഗികമല്ല. അള്ളാഹിനെ ഇമ്മട്ടിൽ അപമാനിക്കേണ്ടതുണ്ടോ? എന്നിട്ട് ഏത് കലണ്ടറാ പ്രായോഗികം? പോപ്പ് ഗ്രിഗറി ഉണ്ടാക്കിയ കലണ്ടറാ പ്രായോഗികം. അള്ളാഹ് ഉണ്ടാക്കിയ നിയമം നടപ്പാക്കാൻ വയ്യാന്നും വേറെ ചങ്ങാതി ഉണ്ടാക്കിയതാണ് നടപ്പാക്കാൻ കഴിയുക എന്നും ഒരേ ശ്വാസത്തിൽ പറയുന്നത് അള്ളാഹുവിനെ ആക്ഷേപിക്കുന്നതിന് തുല്യമല്ലേ സഹോദരന്മാര്? എത്ര ലളിതം. ഞാൻ ഖുർആനും അറിയില്ല, എനിക്ക് ഹദീസും അറിയില്ല, ഇത് ഏത് മനുഷ്യനും അറിയില്ല, കലണ്ടറില്ലേ. ഇനി നമ്മളെ പ്രശ്നം എന്താ? നിങ്ങളൊക്കെ സമ്മതിക്കുകയും ഇറങ്ങിപ്പോകുമ്പോൾ പറയും സംഗതി പറഞ്ഞൊക്കെ ശരിയാണ്, പക്ഷെ സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കിക്കൂടാ. ഒരു പ്രശ്നത ഇതേ വർത്താനം. എന്നാൽ എന്തേ ഇവിടെ ഐക്യസംഘം ഉണ്ടായിരുന്നല്ലോ പണ്ട്, ഞാൻ കേട്ടതാണ്. ഈ കേരളത്തിലെ സുന്നികൾ ഒറ്റക്കെട്ടായി സുന്നികൾ ഇങ്ങനെ ജീവിക്കുമ്പോ ഈ മുജാഹിദുകൾ വന്നിട്ട് ഐക്യസംഘം ഉണ്ടാക്കി. മുജാഹിദിസും സലഫിസും എന്തിനുണ്ടാക്കി? ഭിന്നിപ്പിക്കാൻ പോണ്ടിയിരുന്നവർക്ക്. മക്കത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നപ്പോൾ അവിടുത്തെ മുശ്രിക്കുകൾ പറഞ്ഞത് എന്താണെന്നറിയാം? ഞങ്ങൾ ഇവിടെ ഞങ്ങളെ പഴയ ദൈവത്തിനെ ആരാധിച്ച് ഞങ്ങൾ ആ സമ്പ്രദായം ചെയ്ത് പോകാൻ മുഹമ്മദേ, ഈ ഇതിൽ ഭിന്നിപ്പുണ്ടാക്കരുത് കേട്ടോ. ഭിന്നിപ്പിക്കുന്നു എന്നാ, സമുദായത്തെ ഭിന്നിപ്പിക്കുന്നു എന്നാ തിരുമേനിയുടെ പേരിലുണ്ടായ ആരോപണം. ഇവിടെ മുജാഹിദുകളുടെ പേരിലുണ്ടായ ആരോപണം സമുദായത്തെ ഭിന്നിപ്പിക്കുന്നു എന്നാ. ഇപ്പോ ഇവരെ പറ്റിയുള്ള ആരോപണം സമുദായത്തെ ഭിന്നിപ്പിക്കുന്നു എന്നാ. സമുദായത്തെ ഭിന്നിപ്പിക്കുകയല്ല ഇവിടെ ചെയ്യും. ഞങ്ങൾ ആ ജൂബിലിയാളിൽ പോയിട്ട് നിസ്കരിക്കുന്നേ ഉള്ളൂ. നിങ്ങളെ അടുത്ത് ഒരു കച്ചർക്കും വരുന്നില്ല.
ഞങ്ങളൊക്കെ പിറ്റേന്ന് പള്ളിയിൽ ഇവര് കൂട്ടിയ ഇവർക്ക് 2 ഈദ്ഗാവും ഉണ്ടാവും. ഞങ്ങളതിലൊക്കെ 2 എണ്ണം 3 എണ്ണം ആവും. ഇപ്പൊ കുറച്ച് മുജാഹിദ് 2 ആയതുകൊണ്ട് ഇനിയിപ്പോ 2 ഈദ്ഗാവും വരാൻ സാധ്യതയുണ്ട് അവിടെ. അല്ല 3 എണ്ണാവും. എന്നാലും ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നടന്ന ഇതൊക്കെ ഒന്ന് കൂടി കൊടുക്കും. അപ്പോ ഇത് ദിനിപ്പോ ആരവിടെ ഉണ്ടാക്കുന്നത്? നമ്മൾ ഇത് ഒറ്റക്കെട്ടായി നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. അത് ഒരു കുറ്റമല്ല, അതൊരു ഇജ്തിഹാദാണ്. ഇജ്തിഹാദിൽ പുണ്യമുണ്ട്. തെറ്റിയാൽ പോൽ ഒരു പ്രതിഫലം, ശരിയായ 2 പ്രതിഫലം. ഇസ്ലാം ഇതൊക്കെ പഠിക്കാനും ചിന്തിക്കാനും 1000 തവണ പറയുന്നുണ്ട്. ഒന്നും പഠിക്കാൻ വയ്യ. എന്താ പ്രശ്നം? രണ്ടാമത്തെ പ്രശ്നം, ഒന്നാമത്തെ ഭിന്നിപ്പുണ്ട്. രണ്ടാമത്തെ എന്താ അറിയോ? പുതിയൊരു പ്രശ്നമുണ്ട്. അത് വളരെ ഗൗരവമാണ്. നമ്മൾ അടിമകളാണ്. ആരുടെ അടിമകൾ? ഞാൻ ജമാഅത്തെ ഇസ്ലാമി സംഘടനയുടെ അടിമയാണ്. മറ്റൊരുത്തന് KNMന്റെ അടിമയാണ്. വേറൊരുത്തന് ISMന്റെ അടിമ, ഒരുത്തൻ ഈക്കന്റെ അടിമയാണ്, ഒരുത്തൻ APയുടെ അടിമയാണ്. കുറെ പുതിയ പ്രതിമകളുടെ അടിമകളായി ജീവിക്കാൻ വിധിക്കപ്പെടുകയാണ് മുസ്ലിം സമുദായം. നിങ്ങൾ സ്വയം ചിന്തിക്കേണ്ടതാണ്. സ്വയം ചിന്തിക്കും. ഞാൻ ജമാഅത്തെ ഇസ്ലാമിയെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. എന്റെ കാഴ്ചപ്പാട് അവർ പറയുന്നത് ശരിയെന്നാണ്. പക്ഷെ ഞാൻ അതിന്റെ ഈ ജാതി പരിപാടിക്കൊന്നും കിട്ടൂല. അവിടെയാണല്ലോ വേണ്ടത്. ശരിയെന്ന് മനസ്സിലാക്കിയാൽ അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും പക്ഷത്ത് നിൽക്കണം. സംഘടന എന്ത് പറയുന്നു എന്നതല്ല. സംഘടന പ്രതിമയാകാൻ പാടില്ല. അതൊരു പുതിയ ബിംബമാകാൻ പാടില്ല. ഉമർ ഇബ്നു ഖത്താബ് എഴുന്നേറ്റെന്ന് പറഞ്ഞു, ഞാനാണ് ഇന്നു മുതൽക്ക് നിങ്ങളുടെ ഖലീഫ, എന്നെ അനുസരിക്കൽ നിങ്ങൾക്ക് നിർബന്ധമാണ്. ഖലീഫയെ ഏത് കാലം വരെ? ഞാൻ കിതാബിനും സുന്നത്തും അനുസരിച്ച്, കിതാബിനും സുന്നത്തിനും അനുസരിച്ച് വിധി പറയുവോളം ഭരിക്കുവോളം മാത്രമേ എന്നെ നിങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരുള്ളൂ. നിങ്ങൾ ഏതെങ്കിലും സംഘടനയെ പ്രവർത്തിച്ചു, ഞാൻ എല്ലാ മുസ്ലിം സംഘടനയെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന മനുഷ്യനാണ്. ഇവരൊക്കെ ഒന്ന് ഒന്നിച്ചു നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുമാണ്. ചെറിയ ചെറിയ അഭിപ്രായത്തിൽ വീട്ടിൽ ഉപ്പ് പോരാ മുളക് പോരാന്ന് പറഞ്ഞിട്ട് കച്ചവടമുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ. വെറുതെ ഇതൊക്കെ ആ ഒരു അവസ്ഥയിൽ പോലും ഇത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ അവരനുസരിക്കാൻ നമ്മൾക്ക് ബാധ്യസ്ഥരല്ല. നാളെ മഹ്ശറിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ആളുകൾ പറയും, ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, നേതാക്കന്മാരോട് പോയപ്പോൾ ഒരാളുടെ തീരുമാനിക്കുന്നത് വിടൂല, നമ്മൾ ഏതായാലും വിടൂല. ഏതോ മലമൂട്ടിലുള്ളവനും ഇവരല്ലാത്തവനെ അവ വിട്ടുകൊടുക്കുകയായിരിക്കും. കുറച്ചൊക്കെ പഠിക്കുകയും അറിയുകയും ചെയ്യുന്ന ആളുകൾ നാളെ മഹ്ശറിൽ പറയേണ്ടി വരും, എന്റെ കലണ്ടർ തെറ്റാണെന്ന് നീ പറഞ്ഞടാ. അതിനെന്ത് മറുപടി പറയും? റമദാൻ 1-ാം തീയതി അന്ന് മൂപ്പർക്ക് മറ്റേ മാസമാണ്. ശവ്വാൽ 1-ന് മൂപ്പർക്ക് നോമ്പാണ്. ഹറാമാക്കപ്പെട്ട സംഗതിയാണ്. ഇത് സ്വന്തം ഓരോരുത്തരും ഒറ്റക്കൊറ്റയ്ക്ക് അള്ളാന്റെ മുമ്പിൽ മറുപടി പറയേണ്ടിണ്ട്. ഈ സംഘടനക്കാരോ ഈ നേതാക്കന്മാരോ ഉറപ്പിക്കുന്നവരോ കാളിമാരോ ഒന്നും അവിടെ ഉണ്ടാവില്ല. അത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. അപ്പൊ ചിലർ പറയും, ഇത്രയും കാലം എങ്ങനെയാണ് പോയില്ല, ഞാൻ അങ്ങനെയാണ് പോയിക്കോട്ടെ. പറ്റൂല. ഇല്ലാമാക്കാത്ത ചിലപ്പാ. കഴിഞ്ഞത് കഴിഞ്ഞ്, പക്ഷെ ഇനി അത് പറ്റൂല. ഇത് വളരെ ആത്മാർത്ഥമായിട്ടാണ്. ഞാൻ ഒരിടത്തും എന്റെ കുട്ടികളെയും ഭാര്യയും പോലും കുറെ കൊല്ലങ്ങളോട് ഞാൻ നിർബന്ധിച്ചിട്ടില്ല. ഞാനിത് പഠിക്കാൻ പറയും കുട്ടികളോട്, നെറ്റിൽ നോക്കാൻ പറയും. അങ്ങനെപ്പോ അവരൊക്കെ അങ്ങനെ ശരിയായ വഴിയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ആക്കേണ്ടതില്ലേ? ഇതാണ് ഇവിടുത്തെ വിഷയം. നമ്മൾ സംഘടനകളുടെ അടിമകളായിപ്പോയി. അതിനെതിർത്തിട്ട് കാര്യം പഠിച്ച് മനസ്സിലാക്കി അവരോട് പറയും വേണ്ട, ഒരേ വഴിക്ക് പോയിക്കോട്ടെ. അവരോട് പറയാം, ഞാൻ ഈ വിഷയത്തിൽ ഞാനിങ്ങനെ, ബാക്കിയൊക്കെ നിങ്ങളുടെ കൂടെ തന്നെ, ഒരു പ്രശ്നവുമില്ല. പ്രായവ്യത്യാസം മനുഷ്യനുണ്ടാവില്ലേ? ഇതാണ് ഇതിന്റെ സംഗതികൾ. മാത്രവുമല്ല, വേറെ രസകരമായ ഒന്ന് രണ്ട് സംഗതി കൂടി കഴിഞ്ഞ സമയത്ത് ഈ പൗർണമി നാളിൽ രക്തചംക്രമണം കൂടും. ഭൂമിയിൽ എല്ലാവർക്കും കൂടും, മൃഗങ്ങൾക്ക് കൂടും. പൗർണമിയിൽ അമാവാസ്യയിലുണ്ട് ചില പ്രശ്നങ്ങൾ. അത് കോഴിക്കോട്ട് ഉറപ്പിച്ച തീയതിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട്ടുകാരനും സംക്രമണം കൂടുക, തിരുവനന്തപുരത്തുകാരന്റെ സംക്രമണം പിറ്റേന്ന് കൂടുക, ഡൽഹിക്കാർക്ക് 4 ദിവസം കഴിഞ്ഞിട്ടും കൂടുക എന്നുണ്ടാവില്ലല്ലോ. ഭൂമിയിലുള്ള മുഴുവൻ ജീവജാലങ്ങളിലും ചന്ദ്രന്റെ ആകർഷണ ശക്തി ഒരേപോലെയാണ്. 1-ാം തീയതിയുള്ള ആകർഷണമല്ല 2-ാം തീയതി, 3-ാം തീയതി, 15-ാം തീയതി വേറെയാണ്, 18-ാം തീയതി വേറെയാണ്. ഓരോ ദിവസവും ചന്ദ്രനും ഭൂമിയും ഭൂമിയിലുള്ള ജീവജാലങ്ങളും തമ്മിലുള്ള ഒരു മാഗ്നറ്റിക് കണക്ഷൻ ഉണ്ട്. അതിൽ വ്യത്യാസമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ശരീരത്തിൽ പ്രതികരണങ്ങളും പ്രകമ്പനങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതൊക്കെ കോഴിക്കോട്ട് ഉറപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഉള്ളവരിലും ഡൽഹിയിൽ ഉറപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അടന്നുള്ളവരും നടക്കുമോ? ഭൂമിക്കൊരു കലണ്ടർ, ഭൂമിക്കൊരു ചന്ദ്രൻ, ഒരു അള്ളാഹു, ഒരു ഭൂമി, ആ ഭൂമിക്കൊരു കലണ്ടർ, അതാണ് ചന്ദ്രൻ. അതെവിടെ കണ്ടാലും കണക്കാ. നിങ്ങൾ അതിന്റെ നൂലാമാലയിലേക്കൊന്നും തിരിയാൻ നിൽക്കണ്ട.
സാധാരണ വീട്ടിൽ ഏതോ ഒരു കലണ്ടർ മാതൃഭൂമിക്കാരൻ്റെ ആയിക്കോട്ടെ, എന്നാ മുസ്ലിം അതിലില്ലല്ലോ, മാതൃഭൂമിക്കാരൻ്റെ കലണ്ടറാണ് കൊണ്ടിച്ച് അത് നോക്കി ഇത് ചെയ്തിച്ചാൽ മതി. വേറെ ഒരു കച്ചറി ഇതിലില്ല. ഇത്രയും ത്യാഗം സഹിച്ച് ഇവരൊക്കെ ഇവിടെ വന്നതും പ്രസംഗിക്കുന്നതും ഞാൻ ഇവിടുന്ന് കൊണ്ട് വന്നതാ. ഇതൊന്നും മനുഷ്യരിൽ ഒരു വിവരെത്തിക്കാനാണ്. ഇത് തർക്കിച്ച് തോൽപ്പിച്ചിട്ടട്ട് വിടണം. 4 ആളെ തെക്കുബീറല്ലാൻ നമ്മളങ്ങനെ വാദപ്രതികാരത്തിൽ 2 കൂട്ടർ തെക്കുബീറല്ലാൻ ആളും കൊണ്ടുവരും. നമ്മൾ ജയിച്ചു അവിടെ പോവുക. ഇത് അതിനുള്ളതല്ല. നമുക്ക് ഒരാളോടും വിരോധമില്ല. നമ്മളൊക്കെ സങ്കടപ്പെടുകയാണ്. മുജാഹിദ് 2ആയി പിളർന്നതിൽ അങ്ങേറ്റം സങ്കടപ്പെടുന്ന ആളാണ് ഞാൻ എന്നും പ്രാർത്ഥിക്കുകയാണ് ഓരോ നന്നായി കിട്ടാൻ. ചുരുങ്ങി 2ആയപ്പോൾ ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ഒറ്റക്കെട്ടിൽ മനുഷ്യർ ജീവിച്ചു പോകേണ്ടതുണ്ട്. പഠിക്കാനും വളരാനും ഒരു അവസരം എന്ന നിലയ്ക്ക് നിങ്ങളിത് കാണണമെന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. അള്ളാഹു അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിക്കുകയാണ്. മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടെ വിഷ്വൽ സംവിധാനത്തിനുള്ള ക്ലാസ് റഹീം സാഹിബ് നടത്തുന്നതാണ്. എല്ലാവരും നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഹാളിലേക്ക് തിരിച്ചു വരണമെന്ന് അപേക്ഷിക്കുന്നു. Ah,